ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 1. രചന ശാലിനി എ. ട്യൂഷൻ സെൻറ്ററിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ഗോവണി ഇറങ്ങുമ്പോഴാണ് എതിരെ വരുന്ന മുകുന്ദൻ മാഷെ ജോല കാണുന്നത്. കോളേജ് തുറന്നാൽ കണക്ക് പഠിപ്പിക്കാൻ ഞാൻ വേറെ ആളെ തപ്പണല്ലോ കുട്ടിയെ. ഉടുത്തിരിക്കുന്ന ധാവണിയുടെ തുമ്പ് എളിയിൽ കുത്തിക്കൊണ്ട് അവൾ മുകുന്ദൻ മാഷിനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. എന്തായാലും PGക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ കോളേജിൽ തന്നെയല്ലേ? അയാൾ റോഡിന് ഓപ്പോസിറ്റായിട്ടുള്ള കോളേജിൻ്റെ കമാനത്തിനുള്ളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ കുഞ്ഞിനെ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടിക്കും, സഹിച്ചോണം. അതിനെന്താ മാഷേ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നത് നിർത്തും. എന്നിരുന്നാലും മാഷ് എപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ എത്തിയിരിക്കും. ജോല ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് വേഗത്തിൽ ഗോവണി ഇറങ്ങി താഴേക്ക് പോയി. അല്ലെങ്കിലും എൻ്റെ സത്യനാഥൻ്റെ മോളല്ലേ, ഇങ്ങനെ തന്നെ പറയൂ. അവൾ പോകുന്നത് നോക്കി അയാൾ മനസ്സിൽ പറഞ്ഞു. കോളേജിൻ്റെ മുന്നിലുള്ള വാടക കെട്ടിടത്തിൽ ട്യൂഷൻ സെൻറ്റർ നടത്തുകയാണ് റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനായ മുകുന്ദൻ മാഷ്. റിട്ടയർഡ് കൃഷി ഓഫീസറായ സത്യനാഥും മുകുന്ദൻ മാഷും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. ആ അടുപ്പത്തിൻ്റെ പേരിലാണ് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്ന ജോലയെ വെക്കേഷൻ ക്ലാസ് എടുക്കാനായി വിടുമോ എന്ന് മുകുന്ദൻ മാഷ് സത്യനാഥിനോട് ചോദിക്കുന്നത്. ടീച്ചിങ് പ്രൊഫഷനാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ജോലയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമാണ് ഉണ്ടായത്. BSc മാത്സ് പഠിച്ച ജോല ട്യൂഷൻ സെൻറ്ററിൽ എടുക്കുന്നതും മാത്സ് തന്നെയായിരുന്നു. 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായിരുന്നു അവിടെ ട്യൂഷൻ. ജോല വന്നതിന് ശേഷം കുട്ടികൾക്കെല്ലാം കണക്കിൽ നല്ല മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോല ടീച്ചറെ വലിയ ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം 10ാം ക്ലാസ്സിൽ വിജയശതമാനം കൂടിയത് ജോല കാരണമാണെന്ന് മുകുന്ദൻ മാഷ് എപ്പോഴും പറയും. താഴെ എത്തിയ ജോല ബിൽഡിങ്ങിൻ്റെ അരികെ പാർക്ക് ചെയ്തു വച്ചിരുന്ന ആക്റ്റീവയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. സത്യനാഥൻ്റേതാണ് ആക്റ്റീവ. അവൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ മുന്നിലുള്ള കോളേജിനുള്ളിലേക്ക് നോക്കാൻ മറന്നില്ല. ചിറ്റൂർ മംഗലത്ത് കോളേജ്. തിങ്കളാഴ്ച മുതൽ വീണ്ടും ഈ കോളേജിനുള്ളിലേക്ക്. PGക്കും ഇവിടെ തന്നെ സീറ്റ് കിട്ടുമെന്ന് കരുതിയതല്ല. എയ്ഡഡ് ആയതിനാൽ മെറിറ്റ് ആണെങ്കിലും ഫീസ് ഇത്തിരി ഉണ്ടാകും. ഫീസ് കുറവ് വേണമെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പോകണം. ഇവിടെ അടുത്തെങ്ങും ഗവൺമെൻറ് കോളേജില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറേ ദൂരെയാണ്. ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. ഹോസ്റ്റലിൽ കൊടുക്കുന്ന ഫീസ് ഇവിടെ കൊടുത്താൽ വീട്ടിൽ നിന്ന് പോയി വരാം. അതാണ് സമാധാനം. എന്തായാലും ദൈവം സഹായിച്ച് ഇവിടെ തന്നെ കിട്ടി. ഇനി PG കഴിഞ്ഞിട്ട് വേണം B.Edന് ചേരാൻ. അത് കഴിഞ്ഞാൽ M.Ed. അതിനിടയിൽ PSc കോച്ചിങ് ക്ലാസ്സിന് കയറണം. പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാകണമെന്നതാണ് ജോലയുടെ ആഗ്രഹം. ഓരോന്നാലോചിച്ച് വളവ് തിരിഞ്ഞതും ഹോണടിക്കാതെ പാഞ്ഞു വന്ന ആഡംബരക്കാരൻ്റെ മുന്നിലേക്ക് സ്കൂട്ടി ചെന്നതും പെട്ടെന്നവൾ സൈഡിലേക്ക് തിരിച്ചതും തലേന്ന് പെയ്ത മഴവെള്ളത്തിലേക്ക് സ്കൂട്ടിയോടുകൂടെ മറിഞ്ഞു വീണതും ഒന്നിച്ചായിരുന്നു. എവിടെ നോക്കിയിട്ടാടോ വണ്ടി ഓടിക്കുന്നത്? വളവ് തിരിഞ്ഞു വരുമ്പോൾ ഒരു ഹോൺ അടിക്കണമെന്ന കോമൺ സെൻസ് പോലും തനിക്കില്ലേ? രാവിലെ തന്നെ ഓരോന്ന് കെട്ടിയെടുത്തോളൂ. ചളിവെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് കുറച്ചു മുന്നിലായി നിർത്തിയ കാറിനെ നോക്കി ജോല ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ വെളുത്ത നിറമുള്ള ധാവണിയിലാകെ ചെളി പറ്റിപ്പിടിച്ചിരുന്നു. സ്കൂട്ടി കിടക്കുന്നിടത്ത് നിന്നും പൊന്തിക്കാതെ അവൾ നേരെ കാറിന് നേർക്ക് പാഞ്ഞു. അവൾ കാറിനടുത്ത് എത്തിയതും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡോർ തുറന്നും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. താനൊക്കെ ആദ്യമായിട്ടാണോടോ കാർ ഓടിക്കുന്നത്? കണ്ണിൽ കണ്ടവരുടെ മേലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാനാണോ നിങ്ങൾക്കൊക്കെ ലൈസൻസ് തന്നിരിക്കുന്നത്? എന്നെ കണ്ടോ താൻ? ഇതിനും തൻ്റെ ഡ്രൈവർ എന്ത് സമാധാനം പറയും? കാറിൽ നിന്നും ഇറങ്ങിയവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഡ്രസ്സിൽ മാത്രമല്ല കയ്യിലും കാലിലും എല്ലാം ചുളി പുരണ്ടിട്ടുണ്ട്. 2 കൈയിൻ്റെ മുട്ടും പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്. നെറ്റിയിലുമുണ്ട് ചെറിയൊരു മുറിവ്. അതിൽ നിന്നും ചെറുതായി ചോര കിനിയുന്നുണ്ട്. ബാലു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കനത്തിലുള്ള വിളി മുഴങ്ങി. പുറത്ത് നിൽക്കുന്നവൻ തല ഉള്ളിലേക്ക് ഇട്ടുനോക്കി. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ക്ലിയർ ചെയ്ത് വേഗം കാറിൽ കയറൂ. ആ കേട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ അവൾ മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി.
അതോടെ പേഴ്സിൽ നിന്നും 4 500 നോട്ടുകളെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. എന്താ ഇത്? കുട്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇത് കയ്യിൽ വെച്ചോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെയൊന്ന് ഡ്രസ്സ് ചെയ്യൂ. അവൻ അവളുടെ കൈകൾ നിവർത്തി അതിലേക്ക് അവൻ പൈസ വെച്ചു കൊടുത്തു. ജോലിയുടെ മുഖം ഒരു നിമിഷം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും അക്ഷമ പൂണ്ടെന്ന പോലെ നിർത്താതെ ഹോൺ ശബ്ദിച്ചു. അതോടെ ജോലിക്ക് കലി കയറി. അവൾ കാറിന് മറുഭാഗത്തേക്ക് കടന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറിനടുത്തേക്ക് ദേഷ്യത്തിൽ തട്ടി. പെട്ടെന്ന് ഗ്ലാസ് താഴ്ന്നതും ദേഷ്യം കൊണ്ട് ചുവന്ന ഒരു മുഖം ഡ്രൈവിംഗ് സീറ്റിൽ അവൾ കണ്ടു. ഇപ്പോൾ താൻ ഈ അടിച്ച സാധനം ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ തനിക്കടിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? തൻ്റെ കയ്യിൽ നിന്നും അത് തെറിച്ചു പോവോ? പണം കൊണ്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഇത് കൊണ്ടുപോയി തൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കൂ. അവൾ ആ പണം അവൻ്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു കൊണ്ട് തിരിച്ചു നടന്നു. സ്റ്റാരിങ്ങിൽ അമർത്തി പിടിച്ചും കൊണ്ട് അവൻ മിണ്ടാതെയിരുന്നു. ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ബാലമുരളി അത് പുറത്തേക്ക് കാട്ടാതെ നടന്നു നീങ്ങുന്ന അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. പുറം മുഴുവൻ പരന്നു കിടക്കുന്ന ചുരുണ്ട മുടിയിൽ ആയിരുന്നു അവൻ്റെ കണ്ണ് പതിച്ചത്. ചുവപ്പ് പാവാടയും ഹാഫ് ബ്ലൗസും വെളുത്ത ധാവണിയും. തീക്കനലിൻ്റെ ശോഭയുള്ള അവളെ കണ്ടാൽ ശരിക്കും ഒരു ദേവിയെ പോലെ തോന്നിച്ചു. ഇത്രയും മുടി താൻ കണ്ടിട്ടുള്ളത് ശാരദ വല്യമ്മയ്ക്കാണ്. ചെരിഞ്ഞു കിടക്കുന്ന സ്കൂട്ടിയെടുത്ത് നേരെ വെച്ച് അതിൽ കയറി ഓടിച്ചു പോകുന്നവളെ അവനൊന്ന് നോക്കിയിരുന്നു. പിന്നെ പതിയെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അവനെ ഒന്ന് നോക്കി. കോപം സൃഷ്ടിച്ചത് പോലെ ഇവന് വേണ്ടിയായിരുന്നു എന്ന് ചിന്തിച്ചതായിരുന്നു ഇതുവരെ. എന്നാൽ ആ പോയവൾക്ക് വേണ്ടി കൂടിയാണ് കോപത്തെ സൃഷ്ടിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായി. കണ്ണുകൾ കൊണ്ടവളെ യാത്രയാക്കി കഴിഞ്ഞോ? ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാതെ അവൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ പിടക്കുന്നുണ്ടായിരുന്നു. കാളി! ബാലു പതിയെ വിളിച്ചു. കാളിയല്ല, കാലഭൈരവൻ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവൾ ആരാണെന്ന് എനിക്കറിഞ്ഞിരിക്കണം. ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ മേശപ്പുറത്തെത്തിയിരിക്കണം. എൻ്റെ അമ്മയുടെ സാരിക്ക് വില പറഞ്ഞിരിക്കുന്ന അവൾ. ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലെ ശാരദാമ്മയുടെ സാരിക്ക് വിലയിടാൻ മാത്രം വളർന്നിട്ടില്ലാരോ. ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകളാകെ ചുകന്നുപോയി. ബാലു, പറയ് കാളി. അടുത്ത് കാണുന്ന ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ ഞാൻ വണ്ടി നിർത്തും. പെട്ടെന്ന് പോയി നീ ഈ പൈസക്കുള്ള സാരി വാങ്ങിക്കൊണ്ടുവരണം. സാരിയോ? എന്തിന്? ബാലുവിൻ്റെ പുരികം ചുളിഞ്ഞു. അവളെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ പുതപ്പിക്കാൻ. എൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കാനല്ലേ അവൾ പറഞ്ഞത്. ഈ പൈസയ്ക്ക് സാരി വാങ്ങി അവളുടെ മുഖത്തേക്കിട്ട് കൊടുക്കണം എനിക്ക്. എന്ത് പറഞ്ഞിട്ടും കാളിദാസൻ്റെ കോപം നിൽക്കുന്നില്ല. വിട്ടേക്കടാ, അത് പെട്ടെന്ന് ചെളിയിലേക്ക് വീണപ്പോഴുള്ള ദേഷ്യത്തിന് പറഞ്ഞതല്ലേ. കാര്യം പറഞ്ഞാൽ തെറ്റ് നമ്മുടെ ഭാഗത്താണ്. വളവ് തിരിഞ്ഞു വരുമ്പോൾ ഹോണടിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ബാലുവിൻ്റെ വാക്കുകൾ കൂടിക്കേട്ടതോടെ കാളിയുടെ ദേഷ്യം ഉച്ചാവസ്ഥയിലായി. ഓഹോ, നീയും കൂടി അവളുടെ ഭാഗം നിൽക്കുന്നോ? ഈ പറയുന്ന അവളുടെ വണ്ടിക്കും ഹോണുണ്ടായിരുന്നല്ലോ. അവളെന്തേ അതടിച്ചില്ല? കാർ ഓടിക്കുന്നതിന് മാത്രമേ ട്രാഫിക് നിയമം ബാധകമുള്ളൂ. സ്കൂട്ടി ഓടിക്കുന്നവർക്ക് നിയമം പാലിക്കണ്ടേ? ആ കുട്ടി ഹോണടിച്ചിട്ടുണ്ടാവും കാളി. കാറിനുള്ളിലെ സ്റ്റീരിയോയുടെ ശബ്ദം കാരണം നമ്മൾ കേൾക്കാഞ്ഞതാവും. രൂക്ഷമായൊരു നോട്ടമായിരുന്നു അതിനുള്ള കാളിദാസൻ്റെ മറുപടി. പെണ്ണൊരുത്തിയുടെ തൊലിവെളുപ്പ് കണ്ടപ്പോൾ മൂക്കും കുത്തി വീണല്ലേ? അത് കേട്ടതും ബാലുവിന് ദേഷ്യം വന്നു. വീണു. ഞാനൊരു പെണ്ണിന് ആദ്യമായിട്ട് കാണുകയാണല്ലോ. അല്ല, അറിയാൻ പാടില്ലാതെ ചോദിക്കുക. നിന്റെ കയ്യിലെ അശ്രദ്ധ കൊണ്ടാണ് ആ പെൺകുട്ടി റോഡിൽ വീണത്. ആ സാമാന്യ മര്യാദയുടെ പേരിൽ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത നിനക്കുണ്ടായിരുന്നില്ലേ? അതോടെ കാളിദാസൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഉള്ളതിൻ്റെ പരമാവധി സ്പീഡിൽ ആ കാർ മുന്നോട്ട് പാഞ്ഞു. ചിറ്റൂർ മംഗലത്ത് ഗ്രൂപ്പിൻ്റെ സാരഥിയാണ് കാളിദാസ് മംഗലത്ത്. അച്ഛൻ ഗോപകുമാർ മംഗലത്ത്, അമ്മ ശാരദ ഗോപകുമാർ. കാളിദാസനെ കൂടാതെ അവനൊരു അനുജത്തിയുണ്ട്, കാളിന്തി. ഗോപകുമാറിൻ്റെ അനുജൻ ഡോക്ടർ മുരളീനാഥ മംഗലത്തിൻ്റെയും ഭാര്യ ഡോക്ടർ സേതുലക്ഷ്മി മുരളീനാഥിൻ്റെയും മകനാണ് ബാലമുരളി മംഗലത്ത്. അവർ ഒന്നിച്ച് ഒരു വീട്ടിലാണ് താമസം. ചിറ്റൂർ മംഗലത്ത് ഹോസ്പിറ്റലിൻ്റെ ചുമതല വഹിക്കുന്നത് മുരളീനാഥാണ്.
അവിടുത്തെ സർജനും കൂടിയാണ് അദ്ദേഹം. ആ ഹോസ്പിറ്റലിൻ്റെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ സേതുലക്ഷ്മി. സ്നേഹവും ഐക്യവുമുള്ള കുടുംബവുമാണ് അവരുടേത്. കാളിദാസ് പറഞ്ഞ പോലെ തന്നെ അടുത്ത് കണ്ടിട്ട് ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ കാർ നിർത്തി. ബാലമുരളിയെ കാത്തു നിൽക്കാതെ അവൻ തന്നെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് പാഞ്ഞു പോകുന്നവനെ നോക്കി ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു ബാലമുരളി. പോകുന്നവർ പോയി വരട്ടെ, പിന്നാലെ പോകേണ്ടതില്ലെന്ന് അവരും മനസ്സിൽ ഉറപ്പിച്ചു. അരമണിക്കൂറിനുള്ളിൽ കയ്യിൽ ഒരു കവറുമായി അവൻ തിരിച്ചെത്തി. ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നതും അവൻ ആ കവർ ബാലമുരളിയുടെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കവറും കയ്യിൽ പിടിച്ച് അവൻ കാളിദാസൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. പറഞ്ഞത് മറക്കണ്ട, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞിരിക്കണം. നാളെ അവളുടെ മുന്നിലിട്ട് കൊടുക്കാനുള്ളതാണ് ഈ സാരി. എൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്നു. ഇത് അവളെ കൊണ്ട് ഉടുപ്പിക്കുന്നുണ്ട് ഞാൻ. ഇതെന്തൊരു ജന്മം എന്ന ഭാവത്തോടെ കാളിദാസനെ നോക്കി ബാലമുരളി. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.